ആലപ്പുഴ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി അടച്ചുപൂട്ടലിന്റെ വക്കിൽ. കമ്പനി ഉൽപ്പാദനം കുറച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഉൽപ്പാദനം കൂട്ടി തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലെടുത്തുകൊണ്ടുള്ള സമരത്തിലാണ് ഫാക്ടറിയിലെ തൊഴിലാളികൾ. ഫാക്ടറി അടച്ചുപൂട്ടിയാൽ 100ഓളം കുടുംബങ്ങളായിരിക്കും പട്ടിണിയിലാവുക. ശമ്പള വർധനവിന് വേണ്ടിയല്ല ഈ തൊഴിലാളികൾ തൊഴിലെടുത്തുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങിയത്. ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനാണ്. തൊഴിൽ നഷ്ടമായാൽ കുടുംബം പട്ടിണിയിലാകുമെന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. ഇന്നത്തേക്ക് 17ാമത്തെ ദിവസമാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് വിഭാഗം കൈത്തറക്ക് തൊഴിലാളികൾ ഈ സ്ഥാപനം അടച്ചുപൂട്ടരുത് എന്നും പറഞ്ഞ് സമരം ചെയ്യുന്നത്. ഇത് ഞങ്ങൾ കൂലിക്കോ അല്ലെങ്കിൽ വേതനത്തിനോ ബോണസിനോ ഒന്നുമല്ല, ഈ സ്ഥാപനം അടച്ചുപൂട്ടരുത്. അതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. അതായത് ഈ സ്ഥാപനം 38 വർഷമായി ക്ഷീരമേഖലയിൽ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ക്ഷീരകർഷകർ. ഏതോ വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. പ്രൈവറ്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇവിടുത്തെ സർക്കാരും ഫെഡറേഷനും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം 400 മെട്രിക് ടൺ വരെ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മിൽമയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാലിത്തീറ്റ പ്ലാന്റാണ് പട്ടണക്കാടിലേത്. നിലവിൽ 500-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ഫാക്ടറിയിൽ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 മെട്രിക് ടൺ കാലിത്തീറ്റ പോലും ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഉൽപ്പാദനം കുറഞ്ഞത് ബാധിച്ചതാകട്ടെ ഫാക്ടറിയിലെ അറ്റാച്ച്ഡ് വിഭാഗത്തിലുള്ള 115-ലധികം തൊഴിലാളികളെയാണ്. 115 പേരുടെ പട്ടിണിയുടെ സമരമാണ് ഇത്. 17 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 360 മെട്രിക് ടൺ ഉൽപ്പാദന ശേഷിയുള്ള ഈ കമ്പനിയിൽ 1.5 വർഷമായിട്ട് 100 ടണ്ണിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ തൊഴിലിനെ വ്യക്തമായിട്ട് ബാധിക്കുന്നത് ഈ 115 തൊഴിലാളികളാണ്. കമ്പനി വൻതോതിൽ കാലിത്തീറ്റയുടെ ഉൽപ്പാദനം കുറച്ചതോടെ സ്വകാര്യ കമ്പനികൾ കാലിത്തീറ്റ മേഖലയിൽ ചുവടുറപ്പിക്കുകയാണ്. ദിവസവും 4000 ചാക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തിരുന്ന സ്ഥാനത്ത് 1000 ചാക്കിന്റെ വിൽപ്പന പോലും നടക്കുന്നില്ല. മാത്രമല്ല, കോടികൾ ചെലവിട്ട് നിർമ്മിച്ച തവിട് സൈലോ പ്ലാന്റും പ്രവർത്തനക്ഷമമല്ലാതായി. സമരം ശക്തമായിട്ട് തന്നെ തുടരും. ഇതിനൊരു ഇതുണ്ടാകുന്നവരെ ഈ സമരം ഇല്ല. സമരം ഇപ്പൊ ഞങ്ങൾ പ്രതിഷേധ സമരം പണി ഇതുവരെ മുടക്കിയിട്ടില്ല. പണി മുടക്കാതെയുള്ള സമരമാണ് നമ്മൾ ഈ വർക്കിംഗ് കയറിക്കൊണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ തന്നെ ഇത് പണി മുടക്കിയോടുള്ള സമരത്തിലാണെങ്കിലും സർക്കാരിന്റെ പൂർണ്ണമായ ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. കാലിത്തീറ്റയുടെ ഉൽപ്പാദനം കൂട്ടിയാൽ മാത്രമേ ഈ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. അതിന് സർക്കാരും മിൽമ ഭരണസമിതിയുടെയും ഇടപെടൽ കൂടിയേ മതിയാകൂ. റിപ്പോർട്ടർ, ആലപ്പുഴ.